ಇದೆ ಇದೆ വീണു 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 അല്ല ചാർജ് അല്ല അല്ല ഞാൻ വർഷങ്ങൾക്ക് ശേഷം വന്ന് തിയേറ്ററിലെല്ലാം കയ്യടി നേടിയ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ ഒരാളാണ് യുവനേട്ടൻ ആ ക്യാരക്ടർ വെച്ചിട്ട്. അപ്പം ഇപ്പം ചേട്ടൻ പറഞ്ഞ വിനീത് ശ്രീനിവാസനാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, ഫുൾ ആളുടെ ആണെന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ചേട്ടൻ അത് പറയുമ്പോൾ ഉള്ളെന്ന് വരുന്ന പോലെ ഫീൽ ചെയ്തു. ചേട്ടൻ്റെ സ്വന്തം ഡയലോഗായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയുമ്പോൾ അല്ല, അത് ഞാൻ ആദ്യമായിട്ട് കഥ കേട്ടപ്പോൾ എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടിയുണ്ടായിരുന്നു. ഞാൻ വിനീതിനോട് പറയുകയും ചെയ്തു, ഇത് ഇങ്ങനെ അഡ്രസ്സ് ചെയ്താൽ അത് പ്രേക്ഷകർ എങ്ങനെ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് വേണോ എന്ന് പല പ്രാവശ്യം ചോദിച്ചു. ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു, ഞാൻ പേഴ്സണലി ഇതിൻ്റെ വീട്ടിൽ പോയി കണ്ട് ചോദിച്ചു, വഴിയിൽ വെച്ച് ചോദിച്ചു, ഫോൺ വിളിച്ച് ചോദിച്ചു, 5-6 പേരെ കൊണ്ട് ചോദിപ്പിച്ചു. പക്ഷെ എല്ലാ പ്രാവശ്യവും ഇനി ഇത് ഇത് വർക്കാണ്, എന്നെ വിശ്വസിക്കും, ഇത്ര നാൾ എന്നെ വിശ്വസിച്ചല്ലോ. ഓക്കെ, അപ്പം ഞാൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് വിനീതിനെ ട്രസ്റ്റ് ചെയ്ത ക്യാരക്ടറാണ്. അത് നമുക്ക് ഞാൻ ഇനിയൊരു വേദിയിലാണ്, കാരണം നമുക്ക് മലയാളി ഫ്രം ഇന്ത്യയെ സംസാരിക്കാം. അതിനോട് പേഴ്സണലായിട്ട് പറയാം. പഠിച്ചു വന്ന ഡയറക്ടറില് ഹ്യൂമൻ സിനിമയായാലും ശരി, ജനങ്ങളുടെ സിനിമയായാലും ശരി, സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഡയറക്ടർ വന്ന് സമീപിച്ചപ്പോൾ എന്തായാലും എൻ്റെ കരിയറിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു കഥയായിരിക്കും എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇങ്ങനെ ഒരു കഥ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കരിയറിൽ എൻ്റെ ബ്രേക്ക് ത്രൂ തരുന്ന ഒരു കഥാപാത്രമായിരിക്കും ഇത്. അല്ല, ഭയങ്കര എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് ക്യാരക്ടറോ അങ്ങനെ ഫീൽ ചെയ്തിട്ടല്ല. ഈ സിനിമ നല്ലതാണ്. ഷാരിസിൻ്റെ എഴുത്ത് എനിക്കിഷ്ടമാണ്. ബിജോയുടെ മുമ്പത്തെ 2 സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷനിലൊരു വർക്കുണ്ട്. ഓഡിയൻസിനെ എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫിലിം മേക്കറാണ് ബിജോ. അപ്പോൾ പിന്നെ ഈ കഥയും എനിക്ക് ആ ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എടുത്ത സിനിമയാണ്. ഇല്ല, അത് ഞാൻ ചോദിച്ചു, പക്ഷെ ഞാൻ പറഞ്ഞ ഏക്കില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇല്ല. അല്ലാതെ പ്രൊമോയിൽ പറഞ്ഞല്ലോ മാസ ഡയലോഗ് എല്ലാം ഒത്തിരിയായിരുന്നു അല്ലടാ. അല്ല, ഇത് അതാണ് പറഞ്ഞത്, സിനിമ ജനഗണമനയായിട്ടൊന്നും അങ്ങനെ ഒരു ഇന്നലെ വിട്ട ടീസർ ആ പറഞ്ഞ വളരെ ഒരു ലൈറ്റർ വേർഷനിൽ നിങ്ങൾ കണ്ടാൽ മതി. ഇങ്ങനെ ഭയന്ന് മാരകമായിട്ടൊന്നുമില്ല, സിനിമ ലൈഫ്